താഴേക്ക് ഇറങ്ങുവാണേ. അത്യാവശ്യം രക്ഷപ്പെടുത്താനായിട്ട് സന്തോഷ് ചേട്ടന് ഇപ്പോൾ വാള് വെച്ചോണ്ടിരിക്കുകയാണ്. കല വെച്ചൊരുക്ക് വന്നാണ്. നമസ്കാരം. നമസ്കാരം. നമ്മളിപ്പോ തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്താണ്. നമ്മൾ ഇതുവരെ സഞ്ചരിച്ചിട്ട് പോകത്തില്ല, നമ്മൾ പോയിട്ടില്ല. കാടും ഒക്കെ നമ്മൾ പോയിട്ടുണ്ട്. പക്ഷെ കടലിലൊരു യാത്രയുണ്ട്. കടലിലെ യാത്ര എന്ത് പരിപാടി? അത് അടിപൊളി ഒരു പരിപാടിയാണ്. നമുക്ക് നേരിട്ട് കാണാം. എന്നാലും പരിപാടി മറ്റേ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ കൂടെയാണ് പോകുന്നത്. വർഷത്തിൽ ഒരു തവണ മാത്രം നടത്തുന്ന പ്രോഗ്രാം. ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു 4 ഷിപ്പ് പോകുന്ന ഒരു യാത്രയാണ്. ഹെലികോപ്റ്ററും ഒക്കെ ഉള്ളതാണ്. ഈ വീഡിയോ ഒരുപാട് കാര്യങ്ങളുണ്ട്, എല്ലാം കാണാം. എന്ത് പ്രോഗ്രാമായത്? പ്രോഗ്രാം എന്ന് വെച്ചാൽ ഫെബ്രുവരി 1-ാം തീയതി കോസ്റ്റ് ഗാർഡ് ഡേ ആണ്. അപ്പൊ അതിനായിട്ട് ബന്ധപ്പെട്ട ആഘോഷങ്ങളാണ്. ജനുവരി തൊട്ട് ഇങ്ങോട്ട് തുടങ്ങുന്ന ഒരു ആഘോഷമാണ്. ആ ആഘോഷത്തില് ഇന്ന് നടക്കുന്ന പ്രോഗ്രാമിന് ഞങ്ങൾക്ക് കൂടെ പങ്കെടുക്കാൻ പറ്റി. ഡയൽ കേരളയ്ക്ക് വരാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. നമുക്ക് കാണാം. ബാ. നമ്മളങ്ങനെ തീരത്ത് നിന്ന് വിട്ടല്ലേ? ശരിക്കും തീരത്ത് നിന്ന് വിട്ട് അതിനു മുമ്പ് ഇത്ര ഓളം ഇല്ലായിരുന്നു. ഇപ്പം കടലിലേക്ക് വന്നപ്പോഴത്തേന് ശരിക്കും നല്ല ഓളമായി തുടങ്ങി. നമുക്ക് നല്ല വൃത്തിക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പൊ ഒരു നല്ല യാത്രയായിരിക്കും തീർച്ചയായിട്ടും. ഫുള്ള് തിരിച്ചു വരുന്ന വരെയുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാം. നല്ല ഭംഗിയാണ് ആ സൂര്യനും അല്ലെ. ഉൾക്കടലിലേക്ക് എത്തുമ്പം നമുക്ക് സാധാരണ കാണുന്നതിനും അപ്പുറമുള്ള ഒരു കാഴ്ചകളാണ് കാണുന്നത്. ഇവിടെ നോക്കിയാൽ മറ്റേ കോവളത്തിന്റെ ലൈറ്റ് ഹൗസ് കാണാൻ പറ്റും. അവിടെ പേരൊക്കെ എഴുതി എല്ലാവരുടെ പേരെഴുതി നമ്മൾ ഫോൺ നമ്പർ സൈൻ ചെയ്ത് കറക്റ്റ് ആയിട്ട് കൊടുക്കണം. എന്നിട്ട് കൃത്യമായിട്ടാണ് നമ്മൾ കയറുന്നത്. ഇതാണ് ഷിപ്പിന്റെ ഉൾഭാഗം അല്ലേ? ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും. ഡൈനിങ് ഏരിയ ഏരിയ, അതുപോലെ വിശ്രമിക്കാനൊക്കെ ഉള്ള സ്ഥലം. ഉള്ളിലോട്ട് പോവാം. ഇതൊരു ക്യാബിനാണ്, ക്യാപ്റ്റന്റെ അല്ലെ ഓഫീസായിട്ടുള്ള ക്യാബിനാണ്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇങ്ങോട്ട് വന്നാൽ ഇവിടെ കിച്ചൺ ഉണ്ട്. റൈറ്റ് സൈഡിലാണ് കിച്ചൺ. ഇവിടെയാണ് കിച്ചൺ. അത്യാവശ്യം എല്ലാം പാചകം ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പുകളും ഇവിടെ ഉണ്ട്. സെറ്റപ്പിലാണ് കിച്ചണൊക്കെ. ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെയും കുറെ കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. ഇത് മറ്റേ ഓടിക്കുന്ന അത് തന്നെ. നമ്മള് ഇറങ്ങുന്ന കയറുന്നത് വളരെ ടൈറ്റാനിക് സിനിമയിലെ കാണുന്നതിന് വിട്ട് താഴോട്ട് ഇറങ്ങി പോകുന്ന വഴി. താഴേക്ക് ഇറങ്ങുവാണേ. ഇറങ്ങുന്നതൊക്കെ വളരെ സൂക്ഷിച്ചിറങ്ങണം. ഇല്ലെങ്കിൽ ചെറിയൊരു ഇതാണ്. നമ്മളിത് ഇത്രയും ഇതായിട്ട് ഇറങ്ങണേ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് തല ഇടിക്കരുതെന്ന്. അതെ ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. വളരെ പതുക്കെയാണ്, വളരെ ഇതായിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. തല മുട്ടരുത്, ആ രീതിക്ക് ഇറങ്ങരുത്. ഇവിടെ AC-യുടെ സംഭവങ്ങളൊക്കെ ഇവിടെയാണ്. പിന്നെ ക്യാപ്റ്റന്റെ അല്ലേ ക്യാബിനാണ് ഇവിടെ. ക്യാബിൻ ഇവിടെ തന്നെ ഉണ്ട്. ഇതുണ്ടോ ക്യാബിനാണ്. ഇങ്ങോട്ടുണ്ട്. അതിവിടെ മറ്റേ സീനിയർ ആയിട്ടുള്ളവരുടെ കിടക്കുന്ന ഇതൊക്കെയാണ്. കിടക്കുമ്പോഴും നമുക്ക് അറിയാൻ പറ്റും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് തിര കുറവായതുകൊണ്ട് വളരെ കുറവ്. വലുതാകുമ്പോ നല്ല ആട്ടമായിരിക്കും. ശരിക്കും നമ്മൾ തിരിച്ചിറങ്ങുമ്പോഴേ പറഞ്ഞേ ഒരു ചെറിയ ആട്ടം ഉണ്ടായിരിക്കും. ഇവിടെ മറ്റേ വാഷിംഗ് മെഷീനും വെള്ളം കുടിക്കുന്ന അതൊക്കെ ഉണ്ട്. ഇവിടെ വീട്ടിൽ എന്തൊക്കെ ഉപയോഗിക്കാം അതെല്ലാം ഉണ്ട്. ഇവിടെ നമ്മുടെ ഓഫീസർമാരുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെയായിട്ട് ജൂനിയർ ആയിട്ടുള്ള സെയിലർമാരുടെ ക്യാബിനാണ്. പിന്നെ ബാത്റൂം പ്രത്യേകമായിട്ട് ഇവിടെ ഉണ്ട്. മുകളിലുണ്ട്. ശരിക്കും ഒരു വീട്ടില് എന്തൊക്കെ ആവശ്യമുണ്ടോ വെട്ടിക്കെട്ടായിട്ട് എല്ലാം ചെയ്തിട്ടുണ്ട്. വൃത്തി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടെല്ലാം എല്ലാം റെഡിയാക്കി വെച്ചു. നല്ല വൃത്തിയാണ് ഇവിടെ. വളരെ ശ്രദ്ധിച്ചു വേണം കയറാന്. ഇടുങ്ങിയ വഴി കൂടി വേണം കയറി പോകാനായിട്ട്, തലമുട്ടാത്ത രീതിക്ക്. ഇനി നമുക്കിത് ഓടിക്കുന്ന ആ ഒരു വിഭാഗത്തിലോട്ട് കാണാം. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെയാണ് ഈ സംഭവങ്ങളെല്ലാം. ഫ്രണ്ടില് നമ്മള് സാധാരണ കാറൊക്കെ ഓടിക്കുമ്പോഴാണ് ഫ്രണ്ട് വശം ഇങ്ങനെ കാണുന്നത്. എല്ലാം ഫ്രണ്ട് കാണാൻ പറ്റും. എല്ലാ വശങ്ങളും കാണാൻ വേണ്ടി കറക്റ്റായിട്ട് ഗ്ലാസുകളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനായിട്ട് ഉൾക്കടലാണ്. ഇനി വേറെ കരയിൽ ഒരു സാധനവും കാണാൻ പറ്റത്തില്ല. ഇവിടെ കൊച്ചിയിൽ നിന്ന് കോസ്റ്റ് ഗാർഡിന്റെ ഷിപ്പാണ് നമ്മൾ പ്രോഗ്രാമിനായിട്ട് പോകുന്നത്. ഇതിനകത്ത് തീർന്നില്ല. ഇനി പ്രോഗ്രാം അടിപൊളി സംഭവങ്ങളുണ്ട്. ഇനി കാണാനുള്ള കുറെ നേരിട്ട് കാണാം. എന്താ സംഭവിക്കാൻ പോണത് ഇനിയിപ്പോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ 4 ഷിപ്പായത്. 4 ഷിപ്പ് ഒരേ ലൈനിൽ വരുവാ. നമ്മുടെ ബാക്കിലുള്ള ഷിപ്പ് ആ സ്പീഡിലാണ് വന്നത്. സ്പീഡിൽ വന്നിട്ടുണ്ടോ രണ്ട് സൈഡിലേക്ക് വെള്ളം മാറുന്നു. ഷിപ്പിന്റെ വലിപ്പം അനുസരിച്ച് അതിന്റെ പവർ അനുസരിച്ച് വെള്ളം ഇത്രയും മാറുന്നത്. 4 എണ്ണം ഒരേ
കാണുന്ന കാഴ്ചയല്ല, വർഷത്തിൽ ഒരു തവണ മാത്രം കാണുന്ന ഒരു കാഴ്ചയാണ്. ആ കളർ വെള്ളത്തിന്റെ വെള്ളം പതഞ്ഞ് അടിച്ച് പറഞ്ഞു നീല കളറല്ലേ, അടിപൊളിയാണ്. ഇച്ചിരി ബുദ്ധിമുട്ടണം, കാരണം കടൽ ചുരുക്കം എന്ന് പറഞ്ഞ ആടിക്കൊണ്ടിരിക്കാറുണ്ടല്ലേ. പക്ഷെ ഈ ഓഫീസർമാരെയൊക്കെ നമ്മൾ സമ്മതിച്ചാലേ വരത്തുള്ളൂ, കാരണം ഡെയിലി അവരിങ്ങനെ തന്നെ ഉള്ളിലേക്ക് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക ഡെയിലി. കൃത്യസമയത്ത് ഭക്ഷണം വെള്ളം എല്ലാം കൃത്യമായിട്ട് കറക്റ്റായിട്ട് ഭക്ഷണം കിട്ടി, നമുക്കൊരു ഇത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഭക്ഷണമൊക്കെ കൃത്യസമയത്ത് വെള്ളം കിട്ടി, ഭക്ഷണം കിട്ടി, എല്ലാം വടയുണ്ട്, കേക്ക് ഉണ്ട്, ഫ്രൂട്ടി ഉണ്ട്, ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. കാണുന്നുണ്ടോ ഷിപ്പ്? കൊള്ളക്കാരുടെ ഇതല്ലേ, ഒരു അപ്പൊ അത് പ്ലാൻ ചെയ്യുന്ന പറഞ്ഞാൽ ആ ഷിപ്പ് നേരെ വരുന്നു. അതിനകത്തോട്ട് ഇതൊക്കെ ഉണ്ടല്ലോ, കൊള്ളക്കാരുടെ മറ്റേ സാധനങ്ങളൊക്കെ അപായമൊക്കെ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സൊമാലിയൻ കടൽ കൊള്ളക്കാരൊക്കെ അതുപോലെ അപ്പൊ അതിനെ അപ്പൊ ആ ഒരു കൊള്ളക്കാരെ എങ്ങനെ നമ്മുടെ നേരിടും കാഴ്ച ഇപ്പൊ നമുക്ക് നേരിട്ട് കാണാം. അതെ അവിടുന്ന് കൊള്ളക്കാരുടെ കപ്പൽ വരുന്ന നമ്മുടെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ കപ്പൽ 4 വശം വളയുക. അതെ നാലും വളഞ്ഞ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. എന്താ ചെയ്യുന്നത് നമുക്ക് കാണാം. അതാണ് കാണുന്നത്. ചുറ്റുപാടും മറ്റേ ഇന്ത്യൻ കപ്പലാണ്. അവര് തിരിച്ചു പോകുന്നത്, പക്ഷെ ചുറ്റും വളയാൻ അടുത്ത കാണുന്നത് അടിപൊളി ഒരു സംഭവം ഇപ്പൊ കാണാൻ പോകുന്നത്. ഇവിടെ കാണുന്നത് ഇതുകൊണ്ടോ നമ്മുടെ കോസ്റ്റ് ഗാർഡിന്റെ ഷിപ്പാണ് ഇപ്പൊ അങ്ങോട്ട് പോകുന്നത്, അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കൊള്ളക്കാരുടെ ഷിപ്പ് അവിടെ കിടക്കും, അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കും. കറക്റ്റ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലുക. അതിന്റെ മറ്റേ എത്തിയല്ലേ, അടുത്തെത്തി വലിയ കോസ്റ്റ് ഗാർഡിന്റെ ഷിപ്പിൽ നിന്ന് ചെറിയ ബോട്ട് വരുന്നുണ്ട്. അത് നേരെ അതിലേക്ക് പോകാൻ വേണ്ടി കൊള്ളക്കാരെ അങ്ങോട്ട് ചെല്ലുക. 6 പേരുള്ളതാണ് ആ ചെറിയ ബോട്ടല്ലേ, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക അല്ലേ, കറങ്ങിക്കൊണ്ടിരിക്കുക. അവരിപ്പോ അതിന്റെ അടുത്തെത്തി കയറാൻ പോവാ അതിനകത്തേക്ക് കയറാനുള്ള പരിപാടിയാണ്. അതിന്റെ ഫ്രണ്ടിൽ നിന്ന് ഷൂട്ട് ചെയ്യാൻ പോകല്ലേ, തോക്ക് വെച്ചിട്ട്. അപ്പത്തെ അവര് ഷൂട്ട് ചെയ്യാനായിട്ട് റെഡിയായി നിൽക്കുവാണ്. സന്തോഷേട്ടനെ ഇപ്പത്തെ വാള് വെച്ചോണ്ടിരിക്കുകയാണ്, തല വെച്ചൊരുക്കം എന്നാണ്. എന്നൊരാൾ ചിരിക്കുന്നുണ്ട്. സന്തോഷേട്ടാ നമസ്കാരം. അവിടെ ഇരുന്ന് വാള് വെക്കുവാണ്. ഇപ്പോൾ നമ്മുടെ ഷിപ്പിൽ നിന്ന് അങ്ങോട്ട് ഫയർ ചെയ്യാനുള്ള പരിപാടിയാണ്. ഇതേ പൈറേറ്റ്സിന്റെ ഷിപ്പ് അവിടെ കിടപ്പുണ്ട്, അങ്ങോട്ട് ഫയർ ചെയ്യാനുള്ള സംഭവം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബുള്ളറ്റിൽ ലോഡ് ചെയ്യുവാണ് അവർ, കണ്ട ബുള്ളറ്റിൽ ലോഡ് ചെയ്യുന്നുണ്ട്. ഹെലികോപ്റ്റർ ഒക്കെ വന്നല്ലേ. തീർച്ചയായിട്ടും ഈ ഒരു വരവ് വന്നില്ലെങ്കിൽ വലിയൊരു നഷ്ടമായി പോയത്. ഇതൊക്കെ ഒരു നേർ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റി. ആ വെള്ളം മാറുന്നുണ്ട്, ഇത് താഴുന്നതനുസരിച്ച് കടലും ഇതുമായിട്ട് വലിയ ഹൈറ്റ് ഇല്ലാതെ തന്നെ നിൽക്കുമോ. അടിപൊളിയാട്ടോ. ഇപ്പൊ അവിടെ ഒരാള് വെള്ളത്തിൽ കിടപ്പുണ്ട്, ആ ബോട്ടിൽ നിന്ന് ഒരു വെള്ളത്തിൽ കിടപ്പുണ്ട്. അപ്പൊ ആള് കയ്യും കാലോട്ട് അടിച്ചോണ്ടിരിക്കുക. അത്യാവശ്യം രക്ഷപ്പെടുത്താനായിട്ട് പെട്ടെന്ന് എത്തുന്ന ഒരു സംഭവമാണ്. അതെ ഇത് നോക്കിയ 4 ഷിപ്പും അതിന് 4 വശത്തായിട്ട് കറക്റ്റ് ചെയ്തേക്കുക. ഒരു ഹെലികോപ്റ്റർ ഒരുപാട് പേര് മറ്റേ എറണാകുളത്ത് ഇങ്ങനെ കവര് വരുമ്പോ കാണാൻ പോകണ്ട വെള്ളത്തിൽ തിളങ്ങുന്നത്. അതിന്റെ ഒരു നേർക്കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ഏകദേശം ഇതുപോലെ തന്നെ രാത്രിയിൽ തിളക്കം ഉണ്ടാവും, ഇച്ചിരി കൂടി തിളക്കത്തിൽ കാണാൻ പറ്റും. അതാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. ആ കവര് എന്ന് പറയുന്ന അത് ശരിക്കും അതിന്റെ ആ ഒരു ഞൊരയും പതയൊക്കെ ഇങ്ങനെ പൊങ്ങി വരുന്നതിന്റെ ആ ഒരു ഇതാണ്. നല്ല കളർ ഉണ്ട്, നല്ല രസം. അടിപൊളി. ഈ ഒരു സംഭവം ഇത് നമ്മുടെ ശരിക്കും ഷിപ്പൊക്കെ മുങ്ങാൻ പോകുന്ന സമയത്ത് നമ്മൾ രക്ഷപ്പെടാനായിട്ട് ഇതിനകത്ത് 20 പേര് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. 20 പേര് ഉള്ളതുണ്ട്. അപ്പൊ ഇതിനകത്ത് വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നൂരും. വെള്ളത്തിനടിയിൽ പോയിട്ട് പൊട്ടിയത് ഓട്ടോമാറ്റിക് 20 പേർക്ക് പിന്നെ താമസിക്കാം. കുറച്ച് ദിവസത്തേക്ക് അവർക്ക് ഫുഡ് ഉണ്ടാവും, അതുപോലെ ടാബ്ലറ്റുകൾ ഉണ്ടാവും, കാർഡുകൾ, കളിക്കാനുള്ള കാർഡുകൾ, ചോക്ലേറ്റ് പോലുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു സെറ്റപ്പാണ് ഇതിനകത്ത്. ഇതിനകത്ത് 2 എണ്ണം ഉണ്ട്. കൂടാതെ ഇതുണ്ടോ,
ഇതിപ്പം അവിടെ ഉണ്ട്. ഇപ്പം നമുക്ക് വെളിയിൽ ഇവർ പോകുന്ന സമയത്ത് ഷിപ്പ് വേറെ ഷിപ്പില് അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടുപിടിക്കണം, അല്ല അവിടെ പോകണം, അതിനെല്ലാം ഇപ്പം നമ്മൾ കണ്ടിരുന്നല്ലോ വീഡിയോ കണ്ടത്. അപ്പൊ അതേപോലുള്ള കാര്യത്തിന് വേണ്ടിയുള്ളതാണ് ഈ സാധനം. അതിന് ക്രെയിനിൽ ഇറക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഇതിനകത്തുണ്ട്. സന്തോഷേട്ടാ ഇത് പ്രജന ഇത് കുറെ ഫ്ലാഗുകളുണ്ട്, പല വെറൈറ്റി ഉണ്ട്. പക്ഷെ ഇത് വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ദൂരെ നിന്ന് ആൾക്കാർ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ഓരോ സിഗ്നലുകളാണ്. ഓരോ ഫ്ലാഗ് ഉയർത്തുമ്പോഴും ആ കാണുന്ന ഇതിനെ കുറിച്ച് പഠിച്ച ആൾക്കാർക്ക് അറിയാൻ പറ്റും എന്താണ് അവർ ചെയ്യുന്നത്. അങ്ങനെയുള്ള ഫ്ലാഗുകളാണ് ഈ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതുപോലത്തെ ഷിപ്പാണ് നമ്മൾ പോയ ഇതല്ല, ഇതേത്തെ ഷിപ്പാണ്. ഇതേത്തെ 4 ഷിപ്പാണ് നമ്മൾ പോയത്. 4 ഷിപ്പിലാണ് യാത്ര ചെയ്തത്. പിന്നെ ഒരു ഷിപ്പ് അല്ലാതെ ഉണ്ടായിരുന്നു, നമ്മൾ കണ്ട് മറ്റേ കൊള്ളക്കാരായിട്ട് വരുന്ന ഒരു ഷിപ്പ്. അങ്ങനെ 5 ഷിപ്പ് മൊത്തം ഉണ്ടായിരുന്നു. ഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ കോസ്റ്റ് ഗാർഡ് ഡേ ഫെബ്രുവരി 1 പ്രമാണിച്ച് നമുക്ക് കിട്ടിയ ഒരു അവസരം അല്ലേ, വലിയൊരു ഭാഗ്യമാണ്. കാരണം ശരിക്കും കടൽ എന്താണെന്നും അല്ലെങ്കിൽ ആ യാത്ര എന്താണെന്നും മാത്രമല്ല കോസ്റ്റ് ഗാർഡ് അവരുടെ കഷ്ടപ്പാട് മാത്രമല്ല ഈ തീരദേശവുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാള് വെള്ളത്തിൽ പോയി രക്ഷപ്പെടുത്തുന്നത് എങ്ങനെയാണെന്നെങ്കിലും അത് വേറൊരു ഷിപ്പ് അതൊക്കെ നമ്മൾ വളരെ നേർക്കാഴ്ചകളായിട്ട് കണ്ടു. ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇവരെ പോലും. അതുപോലെ നമ്മുടെ മത്സ്യത്തൊഴിലാളികളൊക്കെ ചെറിയ സമ്മതിച്ചാലേ പറ്റത്തുള്ളൂ. കാരണം ഒരു മീനൊക്കെ ചെന്ന് വലുതായിട്ട് വില കുറച്ച് പറയുമ്പോൾ നമ്മൾ കേൾക്കേണ്ടത് ചൂടെന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല. ഞങ്ങളിപ്പോ ചൂടത്തി ഒരു രക്ഷയില്ല, അത്രയ്ക്ക് ചൂടാണ്. തീർച്ചയായിട്ടും നല്ലൊരു യാത്രയാണ് തന്നെ ഈ ഓഫീസർമാരും എല്ലാവരോടും ഒത്തിരി നന്ദി. നല്ലൊരു നന്ദി മാത്രമല്ല, ശരിക്കും ഈ വീഡിയോ ഫുള്ള് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാണാത്ത കുറെ കാര്യങ്ങളുണ്ടല്ലോ. വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ഇനിയും ഞങ്ങൾ പുതിയ കാര്യങ്ങൾ എത്തിക്കും എല്ലാവർക്കും.